നിങ്ങൾ എന്തിനാ കോൺഷ്യസ് ആവുന്നത്? ഹലോ, അപ്പോ സരോവരത്തല്ലേ, അപ്പൊ നമ്മളിങ്ങനെ ഇവിടെ ഇരുന്നിട്ട് ഹീലിംഗ് സ്പേസ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ സരോവരത്തിനെ കുറിച്ച് ഞാൻ വളരെയധികം സംസാരിച്ചപ്പോൾ വ്ളോഗ് എടുക്കാന്ന് പറഞ്ഞപ്പോൾ ഹബീബ് പറഞ്ഞ ഹബീബിന് അതിനെ കുറിച്ച് വളരെ ആധികാരികമായിട്ട് കുറച്ച് കാര്യങ്ങൾ ജനങ്ങളുടെ അടുത്ത് പറയണം എന്ന് തോന്നിയപ്പോ ഹബീബ് പറഞ്ഞു അല്ല കണ്ടിട്ട് പറ ഹബീബ്. എടാ ഞാൻ കൊണ്ടോടിയ സ്ഥലം ഇത്ര കാലമായിട്ട് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. എന്നോട് ഇതിന്റെ ഫസ്റ്റിനെ കുറിച്ച് ചോദിച്ചാൽ ഞാൻ എന്താ പറയണേ? ഈ സരോവരത്തിനെ കുറിച്ച് ഈ ആദ്യം കേട്ടപ്പോ എനിക്ക് എന്താ തോന്നിയത്? ഡിപ്രസ്ഡ് ആക്കാണ് സരോവരത്തെ കുറിച്ച് എന്താ? സരോവരത്തിനെ കുറിച്ച് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് എന്റെ മൈൻഡിൽ എന്താ? കോഴിക്കോട് സിറ്റി അങ്ങനെ സിറ്റിയിൽ അങ്ങനെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയന്ന് നമുക്കൊരു ഫ്രീ മൈൻഡ് കിട്ടാൻ സരോവരം ബെറ്റർ ആണ്. അതായത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അല്ല ഇവിടെ അങ്ങനെ ഇതൊന്നും ഇല്ലല്ലോ, സൗണ്ടും കാര്യങ്ങളും അത്ര കൺജസ്റ്റഡ് ഒന്നല്ല ഏരിയ. മുന്നേ വരുന്നതിന് മുന്നേ ആ തോട്ടുണ്ട്. തോട്ട് മീൻസ് പറഞ്ഞാൽ പൊതുവെ അങ്ങനെയാണല്ലോ, അതൊരു ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റിയ ഏരിയ ആണ്. അടിപൊളി. അതിന്റെ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ പറയാണ്, അത് എന്തായാലും ഉണ്ടാവല്ലോ. ഇവിടെ വന്നപ്പോ തോന്നി നമ്മള് സാറെ ക്ലാസ് അതിനിടയിൽ കൂടി അടിപൊളിയാ. ഞാൻ പവറാ, കണ്ണില് ഉണ്ണിയാണ്, ഉണ്ടപ്പൊരിയാണ്. ഞങ്ങളെ കൊറേ ട്യൂൺ ചെയ്തിട്ടുണ്ട്. വർക്കൗട്ട് ആണോ ഞങ്ങൾ സരോവരാണ് ടോപ്പിക്, ഞാനല്ല. അപ്പൊ ക്ലാസ് കൂടെല്ലായിരുന്നേ. ഒരുങ്ങി. എനിക്ക് സരോവരത്തിനെ കുറിച്ച് ഭയങ്കര അല്ല എന്റെ ഈ ഭാഗമാണ് നല്ലത്. ഞാൻ പറഞ്ഞു. സരോവരത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മള് ഞാൻ ഇവന്റെ വായിക്കന്നെ കഴിഞ്ഞ പ്രാവശ്യം ആദ്യമായിട്ട് നമ്മള് സരോവരം കാണുന്ന തന്നെ. അപ്പൊ പ്രത്യേകിച്ച് അടിപൊളിയാണ്. അല്ല, ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ ഭയങ്കര വർത്താനല്ലേ? സരോവരത്ത് വരുന്നു, മറ്റേ വീഡിയോ പിടിച്ച് പോകുന്നു, എന്നിട്ട് ആൾക്കാര് കാട്ടിക്കൊടുന്നു. അല്ലല്ല നല്ല നെഗറ്റീവുകള് റിവ്യൂ ഒക്കെ ഇട്ടിട്ടുണ്ട് കുറെ ആൾക്കാർ. കാരണം നമ്മളെ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ബാക്കിയുള്ള കാര്യം ഇങ്ങനെ നോക്കി ഇങ്ങനെ വീഡിയോ എടുക്കുന്ന ആൾക്കാർ, അങ്ങനത്തെ കുറെ വീഡിയോ കണ്ടിട്ടുണ്ട്. ശരിക്കും അങ്ങനെ വീഡിയോ എടുക്കുന്നതിനെ കുറിച്ച് എന്റെ അഭിപ്രായം എന്താ? ശരിക്കും അത് വീഡിയോ എടുക്കുന്ന പ്രശ്നമാണോ അതോ അങ്ങനെ ഇരിക്കുന്നതാണോ? അത് വീഡിയോ എടുക്കണ പ്രശ്നമാണ്. ചിന്തിക്കുന്ന ചിന്താഗതികളെ കുറിച്ചാണ്. ഒരാളുടെ പ്രൈവസിയിലേക്ക് കടന്നു കയറുന്നത്. പിന്നെ അങ്ങനത്തെ വീഡിയോ എടുക്കണം. നമ്മുടെ സമൂഹത്തിലുള്ള കാര്യങ്ങളുണ്ടോ അങ്ങനെ? അല്ല അങ്ങനത്തെ വീഡിയോ എടുക്കണം. അത് പ്രൊമോട്ട് ചെയ്യണമെന്നോ? അല്ല പ്രൊമോട്ട് ചെയ്യാന്നല്ല, പക്ഷെ അങ്ങനത്തെ വീഡിയോ എടുക്കണം. വെച്ചാല് ഇനിയിപ്പം സരോവരം നടത്തുന്ന ആൾക്കാരാണെങ്കിൽ അതിൻ്റെതായിട്ട് കമ്പ്യൂട്ടറുള്ള ആൾക്കാരാണെങ്കിൽ അവരൊക്കെ സംസാരിച്ചാണ്ട് ഈ പ്രശ്നത്തെ എന്ത് ചെയ്യും തീർക്കണം. അല്ലാതെ ഇതൊരു സോഷ്യൽ മീഡിയയുടെ പോസ്റ്റ് ഇട്ട് അതിനെ ഒരു നെഗറ്റീവ് ഇതാക്കിയാണ് വരുന്ന ആളുകളെ ഇല്ലാതാക്കാനുമായിട്ട് നിൽക്കരുത്. സരോവരത്തിന് ഞാൻ കുറച്ച് അഭിപ്രായം പറഞ്ഞു. ഒരു പക്ക നാച്ചുറൽ. 10 ഒരു 9 മാർക്ക്. എന്റെ അഭിപ്രായം പറ. എങ്ങനെയുണ്ട് സരോവരം? ഇതിന് മുമ്പ് വരുന്ന ടൈമില് കമ്പനിക്കാരൊക്കെ പറഞ്ഞു ഇവിടെ കപ്പിൾസ് ഇതാണ് എങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഇതാക്കുന്നത്. പിന്നെ അമോക്കിന്റെ പരിപാടിക്ക് വന്നതിന് ശേഷം മനസ്സിലായി ഇനി നെഗറ്റീവ് അല്ലാതെ പോസിറ്റീവ് സൈഡും ഉണ്ട്. നല്ല ഒരു അന്തരീക്ഷം, നാച്ചുറൽ ആയിട്ടുള്ള നമുക്ക് മൈൻഡ് ഒന്ന് മൈൻഡ്ഫുൾനെസ് ആക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ്. ഒരു 20 രൂപ ആണെങ്കിൽ കൂടി കുറെ ടൈം നമുക്ക് ഇവിടെ നല്ല രീതിയിൽ മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന്. കോഴിക്കോട് ഇത്ര റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലമല്ല അല്ലേ? ശരിയല്ലേ? അതായത് കോഴിക്കോട് അങ്ങാടിയിൽ ഭയങ്കര റഷ് ആയിട്ടുള്ള, കാരണം ഡേ ബൈ ഡേ, ഇന്നിപ്പോ ഞായറാഴ്ച വൈകുന്നേരം ആയി കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും. പക്ഷെ കോഴിക്കോട് അങ്ങാടിയിൽ ഇത്രയും കൂളായിട്ട് ഇരിക്കാൻ പറ്റിയ വേറെ സ്ഥലം ഉണ്ടോ? ഞാൻ നിങ്ങളെ അടുത്ത് റിവ്യൂ എടുക്കാൻ വരും, നിങ്ങൾ ഓടി പോകും. ഈ അവിടെ ആയിരുന്നല്ലോ, ഇങ്ങോട്ട് വാ, എനിക്കൊരു പേടി. അതായത് എല്ലാ സ്ഥലത്തെ കുറിച്ച് എന്തുണ്ടാവും, ആൾക്കാരുടെ മൈൻഡിൽ നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാവും. അത് അയാളുടെ ചിന്താഗതിക്ക് അനുസരിച്ചാണ്. അതായത് സരോവരത്തെ കുറിച്ച് നെഗറ്റീവായിട്ട് കാണുന്ന ആളെ അപേക്ഷിച്ച് അതൊരിക്കലും നമുക്ക് മാറ്റാൻ കഴിയില്ല. ചിലർക്ക് ഇതിനെക്കുറിച്ച് പോസിറ്റീവായി ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ടാവും. എനിക്കിവിടെ വന്നപ്പോൾ മനസ്സിലായത് നല്ല നാച്ചുറൽ ആയിട്ടുള്ള പ്ലേസ് ആണ്. വളരെ സൈലന്റ് ആയിട്ട്
മെഡിറ്റേഷനും അതുപോലെ തന്നെ എന്താണ് ശരിക്കും നമുക്കൊന്ന് മൈൻഡ് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ് ആണ്. അതെ. അതാണ് നല്ലൊരു. ഇവിടെ രാവിലെ ഞാൻ വരുന്ന സമയത്ത് ഇവിടെ വർക്ക്ഔട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പം SOCന്റെ പ്രോഗ്രാംസ് നടക്കാറുണ്ട്. അവരിവിടെ വായിക്കാനൊക്കെ വന്നിരിക്കാറുണ്ട്. നമ്മളതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊരു 9:30 ആവുന്ന സമയത്താണ് നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ എന്നിട്ട് പോലും നമുക്ക് ഭയങ്കര കൂളായിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഇരുന്ന് ഇപ്പോൾ അവിടെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു, അവർ പിന്നെ അങ്ങോട്ട് പോയി. ഫാമിലീസ് വരുന്നുണ്ട്, കപ്പിൾസ് വരുന്നുണ്ട്. അപ്പോൾ കപ്പിൾസിന്റെ ഏരിയ എന്നുള്ളത് മാത്രമാണ്. പക്ഷെ ഇതെല്ലാം എന്താ മറ്റേ പാവങ്ങളുടെ ഓയോ എന്നൊക്കെ പറഞ്ഞാണ് സോഷ്യൽ മീഡിയാസിൽ വരുന്നത്. പക്ഷെ അതിൻ്റെ അപ്പുറം നമുക്ക് ഇവിടെ ഇപ്പോൾ പ്ലേയിങ് ഏരിയ ഉണ്ട്, കുട്ടികൾക്ക് വരാണ്ട് കുറച്ചുകൂടി ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള. ഒരു സിറ്റിയുടെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ റിലാക്സ് ചെയ്യാൻ പറ്റുന്നത് മാനാഞ്ചിറയുടെ ഒരു ചുറ്റുപാടും ഭയങ്കര സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും. എന്നാലും നമുക്ക് ഫ്രീ ആയിട്ട് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം ഇത് തന്നെയാണ്. പിന്നെ ഇന്നലെ ഇവിടുന്ന് ഇവിടെ കിട്ടിയെന്നോ അതിന്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുള്ളൂ. എന്താണ് പിന്നല്ല ഇന്നിപ്പോ ഒരു പ്രാവശ്യം വന്നാണ്. നല്ലൊരു ഏരിയ. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ ഇതാദ്യം കേട്ടപ്പോ കപ്പിൾസിന്റെ ഒരു ഏരിയ ആണ് എന്നാണ് കേട്ടത്. പിന്നെ കുറെ സദാചാര പോലീസ് അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ മോളെ കൊണ്ട് വരണമെന്ന് കുറെ വട്ടം പറഞ്ഞു. അപ്പൊ ഏട്ട ഇതുവരെ സമ്മതിച്ചിട്ടില്ല ഇങ്ങോട്ട് വരാന്. അപ്പൊ ഇപ്പൊ നോക്കുമ്പോ കുറെ പിള്ളേര്, കുറെ ഫാമിലീസ്, കപ്പിൾസ് ഉണ്ട്. കപ്പിൾസിന് പോയിക്കോട്ടെ. നമ്മളെ സൈഡ് നോക്കിയാ പോരെ നമ്മള്. അപ്പൊ നല്ലൊരു ഏരിയ. ഇപ്പൊ ഇത് ഇത്രയും പ്ലേസ്. അപ്പൊ നമ്മൾ കോളേജിലൊക്കെ നമുക്കൊരു ഗ്യാതറിംഗ് ഉണ്ടാക്കാൻ നമുക്ക് എവിടെയാ സ്പോട്ട് നമ്മൾ ഇതുവരെ ഡിസൈഡ് ചെയ്യല്ല. നിന്റെ വീട്ടിലാണോ, നിന്റെ വീട്ടിലോ. പക്ഷെ ഇത്രയും നല്ലൊരു പ്ലേസ് ഇങ്ങനെ നമുക്കൊരു 20 rupees കിട്ടും. നമ്മളിവിടെ ചായ വന്ന് കുടിച്ചു, വേസ്റ്റും കൊണ്ട് പോയാൽ മതി. നമ്മൾ നമ്മളെ കാര്യം നോക്കുക. അത് നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. കാരണം നല്ല കൂളായിട്ട്, ഇത്ര തണുത്തിട്ട്. കാരണം ഭയങ്കര ചൂടല്ലേ പുറത്ത്. അപ്പൊ ഇത് സൗണ്ട് ഇല്ല. ഇതൊക്കെ വെച്ച് നോക്കുമ്പോ ബെറ്റർ ആണ്. അടിപൊളി. ഇവിടെ ആദ്യമായിട്ടല്ലേ ഒരു പാലക്കാട് തൃശ്ശൂരിന്ന് ഇവിടേക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഒരു സ്ഥലം കോഴിക്കോട് ഉണ്ടെന്ന് അറിയുന്നു. ഇല്ല, ഞാൻ കോഴിക്കോട് ആകൂടെ ഹൈലൈറ്റിലാണ് എന്റെ ഓർമ്മയിൽ വന്നിട്ടുള്ളത്. പിന്നെ റെയിൽവേ സ്റ്റേഷൻ എനിക്കറിയാം. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. സത്യം പറയുകയാണെങ്കിൽ ഇവിടെ വന്നപ്പോ ഭയങ്കര ഇവിടുന്ന് പോവാനേ തോന്നുന്നില്ല. ഇപ്പൊ എത്ര മണിയാണെങ്കിൽ 2 മണി എടുത്തായി. പക്ഷെ ഇവിടെ ഇപ്പോഴൊരു കൂൾ ക്ലൈമറ്റ് ആണ് വരുന്നത്. ഭയങ്കര എന്താ പറയാ, ഒരു ചൂടൊന്നും എടുക്കാത്ത നല്ലൊരു സ്ഥലം. പിന്നെ പറയുകയാണെങ്കിൽ ഭയങ്കര ഒരു എന്താ പറയാ, എനിക്ക് ഏറ്റവും ഇഷ്ടം കിളികളെയാണ്. ഇപ്പൊ കിളികളുടെ സൗണ്ട് കേട്ടപ്പോ തന്നെ എനിക്ക് ഭയങ്കര ഒരു കാക്കന്റെ സൗണ്ട് കേൾക്കും. അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര പോസിറ്റീവ് വൈബ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഫ്രഷ് എയറും എല്ലാം വളരെ ഇങ്ങനെ ഒരു സ്ഥലം ഇവിടെ ഉള്ളത് വളരെ അടിപൊളിയാണ്. നല്ലൊരു എന്താ പറയാ, വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു എന്താ പറയാ വൈബ് അടിപൊളിയായ സ്ഥലമാണ്. എനിക്ക് ഭയങ്കര പോസിറ്റീവ്. ഞാൻ പറയണെങ്കിൽ ഇനിയും ഇങ്ങനെ എടുക്കുമ്പോൾ ഇവിടെ തന്നെ വെക്കാന്ന് ഞാൻ പറയും. നല്ലൊരു നമുക്ക് കുറെ ഇതുണ്ട്. നമുക്കൊരു പെട്ടെന്ന് ഇപ്പൊ എന്താണെങ്കിലും നമുക്ക് ആക്ടിവിറ്റീസ് കൊടുക്കുകയാണെങ്കിലും നമുക്ക് വേഗം കണക്ട് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അതെ, ഉറപ്പായിട്ടും. ഞാനിവിടെ നിൽക്കുന്ന സമയത്ത്, ഫസ്റ്റ് ഇവിടെ വന്ന സമയത്ത് കുറെ ആൾക്കാർ ഈ അവിടെ പോയോ എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര കളിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ ഇവിടെ വന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ പ്രോഗ്രാം നടത്തുമ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. കോഴിക്കോട് എന്തായാലും ഒരു ഹാൾ കിട്ടും. പക്ഷെ അതിലപ്പുറം കുറച്ചുകൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്, എന്നാൽ കുറച്ചുകൂടി ഫ്രീ ആയിട്ട്, നമുക്ക് എന്നാൽ പ്രകൃതിയോട് കുറച്ചുകൂടി അടുത്ത് നിന്ന് ഇങ്ങനത്തെ ഈ ഒരു കൂളായിട്ട് ഇരിക്കാൻ പറ്റിയ സ്ഥലം വേറെ അല്ല എന്നുള്ളത് ഞാൻ റിയലൈസ് ചെയ്തു. ബീച്ചിൽ ഓക്കെയാണ്, ബീച്ചിൽ ഒബ്വിയസ്ലി ക്രൗഡ് നമുക്ക് കൂടാൻ പറ്റും. പക്ഷെ എന്നാലും ചൂടായിരിക്കും. നട്ടുച്ചയ്ക്ക് ഇപ്പൊ നമ്മൾ ബീച്ചിലാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും? ബീച്ചിലാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്തായിരിക്കും അവസ്ഥ? ചൂടായിരിക്കും കാര്യങ്ങൾ. പക്ഷെ ഇവിടേക്ക് ഈ സമയത്ത് നമുക്ക് ഭയങ്കര അടിപൊളിയായിട്ട് ഇരിക്കാൻ പറ്റും അല്ലേ? എന്നിട്ട് എനിക്ക് വേറെ സ്വഭാവം ഉണ്ടല്ലേ നാസി. ഈ ഒന്ന് ഷൂട്ട് ചെയ്യ്. ഈ എന്റെ ഒപ്പീനിയൻ പറ. ഈ പറ, എന്റെ ഒപ്പീനിയൻ പറ. സരോവരത്തിനെ കുറിച്ച് എന്റെ ഒപ്പീനിയൻ, ഈ കേട്ടിരുന്ന ഒപ്പീനിയൻ എന്താ ആദ്യം? കോഴിക്കോട് പഠിച്ചോണ്ട് തന്നെ സരോവരം എന്ന് പറഞ്ഞ നമുക്കതൊരു നേരത്തെ പറഞ്ഞ മാതിരി എന്തോ ഒരു കപ്പിൾസിന് മാത്രമുള്ള ഒരു ഏരിയ. അല്ലെങ്കിൽ അവിടെ പോയാല് മറ്റേ പോലെ പറഞ്ഞ ഒരു തല തട്ടിട്ട് പോകണം എന്നുള്ള, അല്ലെങ്കിൽ മാസ്ക് ഇട്ടിട്ട് പോകണം. പുറത്ത് കണ്ടാൽ കറുത്ത മാസ്ക് ഇട്ട് പുറത്ത്, അതെ അവിടുന്ന് ഒരാൾ പുറത്തിറങ്ങുന്നത്, അതായത് നമ്മള് ഫ്രണ്ട്സിന്റെ കൂടെ കയറി പോയിണ്ടാവും. പക്ഷെ പുറത്തിറങ്ങുന്നത് ആരെ കണ്ടാൽ വേറെ രീതി ചിത്രീകരിക്കപ്പെടാം എന്നുള്ളൊരു സ്ഥലം. പിന്നെ ഞാനും ഫസ്റ്റ് ടൈം ഇങ്ങോട്ട് വരുന്നത്, എനിക്ക് തോന്നുന്നു പുറത്തൊക്കെ ഇങ്ങനെ NSSന്റെ ഇതിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഉള്ളിൽ കയറുന്നത് നമ്മളെ ഈ കമ്മ്യൂണിറ്റി പ്രോഗ്രാംസ് കാര്യങ്ങൾ വന്നിട്ടാണ്. അപ്പോ അതിന്റെ ഒരു സ്റ്റിഗ്മ, അവിടെ ഒരു സ്റ്റിഗ്മ എന്ന് പറയുന്നുണ്ട്. അത് മാറി കിട്ടിയത് അങ്ങനെ. അപ്പൊ കപ്പിൾസ് അവിടെ ഇരിക്കുന്നോണ്ട് നമുക്ക് പ്രശ്നമില്ല. അവരവിടെ ഇരിക്കുന്നു, അവർ സംസാരിക്കുക, അവരുടെ കാര്യങ്ങൾ സംസാരിക്കുന്നു.
നമ്മള് നമ്മുടെ കാര്യങ്ങൾ നോക്കിയിട്ട് നമ്മൾ ചെയ്തു പോയി കഴിഞ്ഞാൽ അതെ, ഇറ്റ്സ് ബെസ്റ്റ് പ്ലേസ്. ഇവിടെ എക്സ്പ്ലോർ ചെയ്ത ഫാമിലീസ് ആണ് ഇവിടെ തന്നെ വരുള്ളൂ. അതെ. കാരണം അത്രയും ശാന്തമായിട്ട് കുട്ടികളെ തുറന്നു വിടാം, പുറത്തേക്ക് എന്തായാലും പോയില്ല. അത്രയും നല്ല ഒരു ഏരിയയാണ്. ഇവിടെ നമ്മുടെ ബീച്ചിലാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ബീച്ചിന് വേറെ വൈബ് ഉണ്ട്, കോഴിക്കോട് ബീച്ച്. പക്ഷെ നമ്മുടെ സരോവരത്തേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു പീസ് ഓഫ് മൈൻഡ് ഒക്കെ ആഗ്രഹിച്ച് വരുന്ന ആൾക്കാരാണ്. കുറച്ച് ടൈം ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ നല്ലൊരു ഇതന്നെ, ഓപ്ഷനാണ്. അതായത് മോർണിംഗ് ടു ഈവനിങ് ആണല്ലോ ഇതിന്റെ ടൈം. ആ ഒരു ടൈമിൽ ഏറ്റവും ബെറ്റർ ചോയ്സ് നേരത്തെ ഒരാൾ പറഞ്ഞ പോലെ കോളേജോ അല്ലെങ്കിൽ ഫാമിലി ഇവന്റോ എന്തും ഇവിടെ നടത്താം. അതെ. സ്റ്റേജ് ഉണ്ട്, നല്ലൊരു ഗാലറി ഉണ്ട്, കുട്ടികൾക്ക് കളിക്കാൻ പാർക്ക് ഉണ്ട്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അതെ. 20 രൂപ ഉണ്ടല്ലോ. അപ്പൊ എല്ലാരും അപ്പൊ എന്തായാലും ഓക്കെ.